പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നമുക്കത് പലരിൽ നിന്ന് ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ പാരൻസിൽ നിന്ന് ഫീൽ ചെയ്യും, ചിലപ്പോൾ അധ്യാപകരിൽ നിന്ന് ഫീൽ ചെയ്യും, ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്ന് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് ആരോ ഉണ്ട്, അപരിചിതരായിട്ട് ചിലപ്പോൾ തോന്നും നമുക്ക്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്ന ജ്ഞാനം നിറഞ്ഞ വാക്കുകളാണ്. ജ്ഞാനം എന്ന് പറയുന്നത് അറിവല്ല, അറിവ് ഒരു ക്യാപ്സൂൾ പോലെയാണ്. പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് മുന്നിലേക്കും പിന്നിലേക്കൊക്കെ പോകാനുള്ള ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ചോദനകളാണ്. ആ ചോദനകളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് നമ്മോട് പറയുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് ക്രിസ്തുവിൻ്റെ മുഖം ഉണ്ടാവും. അവരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ, ഈ ഞാനുള്ള മനുഷ്യർ. അവരപ്പം പറയുന്നത് നമുക്ക് ചിലപ്പോൾ പിടിയിടില്ല. പക്ഷേ കുറച്ച് മാറി നിന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാണല്ലോ, ആ പറഞ്ഞതായിരുന്നല്ലോ കുറച്ചുകൂടി ശരിയെന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ അരികിലുള്ള മനുഷ്യരാണ് ഞാനുള്ള മനുഷ്യർ. അവരാണ് ക്രിസ്തുവിൻ്റെ മുഖമുള്ള ഞാനുള്ള മനുഷ്യർ. മൂന്നാമതായിട്ട് അവർ തന്നെ നമുക്ക് അന്നമായി മാറും. ദേ ബിക്കം ബ്രെഡ്. അവർ നമുക്ക് മുറിച്ച് നൽകും, അവരെ തന്നെ മുറിച്ച് നൽകും. അങ്ങനെ മുറിച്ച് നൽകുമ്പോൾ നമ്മുടെ കണ്ണിലെ നമുക്ക് അന്ധത മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടി വെളിച്ചമുള്ള മനുഷ്യരായി മാറും. അവരെ തന്നെ ഷെയർ ചെയ്യണം. ഇങ്ങനെ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധമായ സ്നേഹത്താൽ നമ്മളെ പൊതിയുകയും വല്ലാത്തൊരു ജ്ഞാനത്തോടെ നമ്മുടെ ജീവിതത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും തന്നെ ശൂന്യമാക്കിക്കൊണ്ട് മുറിച്ചു നൽകുകയും ചെയ്യുന്ന അന്നമാണ് ക്രിസ്തു. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തിയവൻ ഭാഗ്യവാൻ.